നിങ്ങളുടെ പോലീസ് വാഹനത്തിലൊന്ന് ചാരി നിന്നത്. ശരിയാണ്, ഞങ്ങളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതായിരുന്നു, ഞങ്ങളുടെ നിറം കറുപ്പായിരുന്നു. എന്റെ കുഞ്ഞിന്റെ ശരീരം വിളറി ശോഷിച്ചതായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾ വില കുറഞ്ഞ മനുഷ്യരാകുന്നത് എങ്ങനെയാണ് വേണം? ഞാനും എന്റെ കുഞ്ഞും കള്ളനും കള്ളിയുമാകുന്നത് എങ്ങനെയാണ് വേണം? തന്റെ മകളോട് അവർ കാര്യങ്ങൾ തിരക്കിയപ്പോ അവളുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം കണ്ടുന്നാ വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞത്. ഓ, പരിഭ്രമം! പരിഭ്രമം മോഷണത്തിന്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചു. ഭയം, നിങ്ങളോടുള്ള ഭയം കൊണ്ടുമാകാം മേഡം പരിഭ്രമം. പോലീസിനെ കാണുമ്പോ ഇവർ തങ്ങളുടെ സംരക്ഷകരാണ് എന്ന സമാധാനത്തിന് പകരം ഭയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിലെന്തോ കുഴപ്പമില്ല മേഡം. ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അതിന് തന്റെ സാരോപദേശം ഇങ്ങോട്ട് വേണ്ട. ഇങ്ങനെയുള്ള നീ ഞങ്ങൾക്ക് വലിയ സാരോപദേശമൊന്നും നൽകണ്ട എന്നല്ലേ? പാവപ്പെട്ടവന് അവന്റെ ഗതികേടിൽ പോലും ഒന്നുറക്കെ ശബ്ദിക്കാനോ പ്രതികരിക്കാനോ അവകാശമില്ലാത്തവനാണെന്നല്ലേ? എല്ലാം സഹിച്ച് മിണ്ടാതിരുന്നു കൊള്ളണമെന്ന്. നന്നായി വേണം, നന്നായി. ഈ സൊസൈറ്റിയിൽ രണ്ടു തരം പൗരന്മാരുണ്ടെന്ന് ഇപ്പൊ മേഡം തന്നെ സമ്മതിക്കുകയാണ്. എന്തും ചെയ്യാൻ അധികാരമുള്ള, ഒരു നിയമവും പാലിക്കാത്ത, പണവും പദവിയുമായി അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിവിലേജുമുള്ള ഒരു സമൂഹം. പിന്നെ മഞ്ഞക്കളർ റേഷൻ കാർഡിന്റെ ഔദാര്യം മാത്രം പറ്റി അപകർഷതാബോധത്തോടെയും അന്യതാബോധത്തോടെയും എല്ലാം സഹിച്ച് അനുസരണയുള്ള പ്രജയായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു നോൺ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, ദരിദ്രവാസികളുടെ മഹാഭൂരിപക്ഷം. ഇതിന്റെ പേര് തന്നെയാണ് മേഡം പച്ച മലയാളത്തിൽ അടിമത്തം. അടിക്കണം മേഡം, അടിക്കണം. ഇന്നിക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇത് മറ്റൊരു തരത്തിൽ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് സാധാരണക്കാരന്റെ മുതുകത്താണെന്ന് നിങ്ങൾക്കും അറിയാം. പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ തവള, തവളയെ പാമ്പ്, പാമ്പിനെ കീരി, കീരിയെ കുറുനരി, കുറുനരിയെ കടുവ. ഇത്തരത്തിലൊരു ഹാബിറ്റഡ് സൈക്കിൾ മനുഷ്യരിലും ഉണ്ട്. അതെ അതെ, മുകളിലിരിക്കുന്നവന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി താഴെയുള്ളവർ തനിക്ക് താഴെയുള്ള ഒന്നൊന്നിനെ കൊന്നു തിന്നുന്ന നെറികെട്ട ആഹാര ചക്രം. ഏറ്റവും അടിത്തട്ടി പുൽച്ചാടിയും പുല്ലും. നിങ്ങൾ പുല്ലുപോലെ കാണുന്ന മനുഷ്യർ തന്നെയാണ് മാഡം ഈ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനം, അടിസ്ഥാന വർഗം. ഞാൻ എന്താ പറയാ? സമയം കഴിഞ്ഞു. സമയത്തിന്റെ പേരെന്താ? അമല. ആ, കാഞ്ഞിരപ്പള്ളി അമല. നാടകത്തിന്റെ പേരെന്താ? ശാന്തം. എന്ത് ശാന്തം? ഒരു ശാന്തത ഇല്ലായിരുന്നു. സി ആണ്. അങ്ങനെയൊന്നുമില്ല. നന്നായിട്ടുണ്ട്. അയ്യോ, അത് തുടരുന്നു സർ. ഹൗളി ആണോ? പ്രിയമുള്ളവരെ, ഈ 10 മണി വരെ മാത്രമേ മൈക്ക് പെർമിഷൻ അനുവദിക്കാവൂ എന്നുള്ളതുകൊണ്ട് ശാന്തല്ലേ, ഈ ശാന്തം നാടകം ഇവിടെ നിർത്തിവെക്കാനേട്ടാ. അത് ഇവരോട് പോലെട്ടാ, ഈ കമ്മിറ്റിക്കാർ സമയനിഷ്ഠ പാലിക്കാത്തോണ്ടാ. എന്നാ സൗണ്ട് കോപ്പി ചെയ്തു. അയ്യോ സാറേ, നാടകത്തിന്റെ ക്ലൈമാക്സാ മാറി. ഒരു കുറച്ച് സമയം കൂടി. നീ ഈ നാടകത്തില? സാറിപ്പോ ഇവിടെ? നീ എത്ര മിനിറ്റ് ഉണ്ട് നാടകം? 7 മിനിറ്റ്. നീ ഇപ്പോഴും സെറ്റ് ഇട്ടായിരുന്നല്ലേ? അയ്യോ അല്ല സർ, സുരേഷനാ ഈ നാടകത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ആണോ? ആണോടാ? ഹേമന്ത് കുമാറും രാജേഷ് ഷെഡറും അതിനുള്ള ധൈര്യം കാണിച്ചു. അവരാരാ?
ഈ നാടകത്തിന്റെ എഴുത്തുകാരൻ സംവിധായകനും അവർ ഭയങ്കര ധീരന്മാരാ. അങ്ങനെയൊന്നുമില്ല. ഇതിലെന്താ എന്റെ വേഷം? ദളിത് ആക്ടിവിസ്റ്റ്. എന്ത് ദളിത് ആക്ടിവിസ്റ്റ്? ആ ബെസ്റ്റ്. ഭയങ്കര ധീരത എന്നാട്ടാ നിങ്ങളുടെ എഴുത്തുകാരുടെ സംവിധാനം കളിച്ചിരിക്കുന്നത്. എടാ ശരിക്കും അവരുടെ മനസ്സിലല്ലേ റാസിസം, ഡിസ്ക്രിമിനേഷൻ? മനസ്സിലായില്ല? എടാ നിറവും പുറവും നോക്കി ചിന്തിക്കുന്നുണ്ടല്ലേ അവർ നിന്നെ ഇങ്ങനൊരു വേഷത്തിൽ പിടിച്ചിട്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ നിനക്കൊരു ജില്ലാ കളക്ടർ ഹരി നാരായണ അയ്യങ്കാരുടെ വേഷം തന്നില്ല? ആദ്യം അവരുടെ ചിന്തയല്ലേ മാറേണ്ടത് അല്ലേ? ഇതാ പോയി. നീ എത്ര മിനിറ്റ് ഉണ്ടെന്നാ പറയുന്നത് നാടകം? 7 മിനിറ്റ്. നീ അഭിനയിക്കണ നാടകമായുണ്ട് കളിച്ച് അവസാനിപ്പിച്ചു. സാറപ്പം നന്നായ ആ കുട്ടമ്പിള്ള എന്നെ വിട്ട് പോയിടും. സാറേ, മോന് പിന്നത്തെ വർഷം KIS കിട്ടിയിട്ടാണ്. അവനിപ്പോൾ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുക. ആണോ? വെരി ഗുഡ്. അല്ല, മോളുടെ അന്നത്തെ പരീക്ഷ അത് പിന്നെന്തായി? അവള് പിന്നെയും പൊട്ടി. അവ കൊടുക്കത്തെ നിശ്ചയദാർഢ്യമാണ്, ഒരിക്കലും ജയിക്കില്ല. അടുത്ത മാസം കല്യാണം. ഒരു കാര്യം ചെയ്യും, നീ നാടകങ്ങളെ അവസാനിപ്പിക്കും, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സാറേ സോറി. പ്രിയമുള്ളവരെ, നാടക ശാന്തം നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ തുടരുകയാണ്. ബിനോയ് വേഗായിക്കോട്ടെ.